ഭാരതീയ വ്യോമസേനയുടെ കരുത്തും പ്രഹരശേഷിയും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വിളിച്ചോതിയ ഒന്നായിരുന്നു ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡ്. എന്നാൽ വെറുമൊരു അഭ്യാസ പ്രകടനത്തിനപ്പുറം അയൽ രാജ്യങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾക്കും അതിർത്തിയിലെ ഭീകരവാദ വെല്ലുവിളികൾക്കും ഇന്ത്യ നൽകിയ ശക്തമായ മറുപടിയായി ഈ പരേഡ് മാറി. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന സൈനിക നീക്കങ്ങളും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളും പശ്ചാത്തലമാക്കി നോക്കുമ്പോൾ ഈ റിപ്പബ്ലിക് ദിനം ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം എങ്ങനെ മാറി ചിന്തിക്കുന്നുവെന്നും ശത്രുക്കളുടെ സൈക്കോളജിക്കൽ വാർഫെയറിനെ ഇന്ത്യ എങ്ങനെയാണ് നേരിടുന്നതെന്നും വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യപഥിലൂടെ പറന്നുയർന്ന വിമാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് BS-022 എന്ന ടെയിൽ നമ്പറുള്ള റഫാൽ യുദ്ധവിമാനമായിരുന്നു. ഈ വിമാനത്തിന് വലിയൊരു കഥ പറയാനുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൈനിക സംഘർഷങ്ങൾക്കിടയിൽ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ട അതേ വിമാനമായിരുന്നു ഇത്. പാകിസ്ഥാൻ മാധ്യമങ്ങളും അവിടുത്തെ ഔദ്യോഗിക പ്രചാരണ സംവിധാനങ്ങളും ഈ വിമാനം തകർത്തുവെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പരേഡിൽ ആകാശത്ത് വട്ടമിട്ട് പറന്ന BS-022 പാക് പ്രചാരണങ്ങൾ വെറും കെട്ടുകഥകളാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഇത് വെറുമൊരു പറക്കലല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക ആത്മവിശ്വാസത്തിൻ്റെ വിളംബരം കൂടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കം ഭാരതത്തിൻ്റെ മാറിയ പ്രതിരോധ തന്ത്രത്തിൻ്റെ അടയാളമായി കാണാം. പഹൽഗാമിൽ 26 സാധാരണക്കാരുടെ ജീവൻ കവർന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത്. ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ 9ഓളം കേന്ദ്രങ്ങളിൽ ഇന്ത്യ പ്രിസിഷൻ സ്ട്രൈക്കുകൾ നടത്തി. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-എ തോയ്ബ തുടങ്ങിയ സംഘടനകളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട ഈ ആക്രമണത്തിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു. ജെയ്ഷെ തലവൻ മസൂദ് അസറിൻ്റെ അടുത്ത ബന്ധുക്കളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അത് ഈ ഓപ്പറേഷൻ്റെ കൃത്യതയും വ്യാപ്തിയും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഈ തിരിച്ചടിയിൽ പ്രകോപിതരായ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ രണ്ടാം ഘട്ടം ആവിഷ്കരിച്ചു. മെയ് 9-10 തീയതികളിൽ പാകിസ്ഥാനിലെ പ്രധാന വ്യോമത്താവളങ്ങളായ നൂർഖാൻ, സർഗോദ, ജാക്കോബാബാദ് തുടങ്ങിയവിടങ്ങളിലേക്ക് ഇന്ത്യ കടുത്ത ആക്രമണം നടത്തി. ഇതോടെ സംഘർഷം 4 ദിവസം നീണ്ടുനിന്ന കടുത്ത അതിർത്തി യുദ്ധമായി മാറി. ഇക്കാലയളവിലാണ് ഇന്ത്യൻ റഫാലുകളും S-400 മിസൈൽ സംവിധാനങ്ങളും തകർത്തുവെന്ന തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ പാകിസ്ഥാൻ അഴിച്ചുവിട്ടത്. എന്നാൽ അന്നുണ്ടായ നാശനഷ്ടങ്ങൾ മറച്ചുവെക്കാൻ പാകിസ്ഥാൻ ഇന്നും പാടുപെടുകയാണ്. കർത്തവ്യപഥിൽ റഫാൽ വിമാനം നടത്തിയ വെർട്ടിക്കൽ ചാർലി എന്ന അഭ്യാസ പ്രകടനം ശത്രുക്കളുടെ എല്ലാ വ്യാജവാദങ്ങൾക്കുമുള്ള മറുപടിയായിരുന്നു. ഇതേ സമയത്ത് തന്നെ വടക്ക് കിഴക്കൻ അതിർത്തികളിലും ഇന്ത്യയുടെ സ്പെഷ്യൽ ഫോഴ്സ് നിശബ്ദമായ എന്നാൽ മാരകമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. 2025 ജൂലൈയിൽ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കിന് ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരിക്കുകയാണ്. പാരാ കമാൻഡോകൾ നടത്തിയ ഈ ഓപ്പറേഷന്റെ വിജയമാണ് ലഫ്റ്റനന്റ് കേണൽ ഖഡേജ് ആദിത്യ ശ്രീകുമാറിന് ലഭിച്ച ശൗര്യചക്ര പുരസ്കാരത്തിലൂടെ പുറത്തുവന്നത്. യുണൈറ്റഡ് ലിബറേഷൻസ് ഫ്രണ്ട് ഓഫ് അസം ഭീകരർക്കെതിരായിരുന്നു ഈ നീക്കം. അതിർത്തി കടന്ന് ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യക്ക് യാതൊരു വിമുഖതയുമില്ലെന്ന് ഈ 2 ഓപ്പറേഷനുകളും അടിവരയിടുന്നു. ആധുനിക യുദ്ധതന്ത്രത്തിൽ വ്യോമസേനയുടെ പങ്ക് എത്രത്തോളമുണ്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു. റഫാൽ, സുഖോയ് 30, MKI, MiG-29 തുടങ്ങിയ വിമാനങ്ങൾ ഒരേ ലക്ഷ്യത്തിനായി ഒത്തൊരുമിച്ചപ്പോൾ ഉണ്ടായ ഫലം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ സിന്ദൂർ ഫോർമേഷൻ എന്ന പേരിൽ പറന്ന വിമാനങ്ങൾ ആ സൈനിക നീക്കത്തിന് നൽകിയ ആദരവായിരുന്നു. മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗതയിൽ താഴ്ന്നു പറന്ന റഫാൽ വിമാനം കാണികളെ ആവേശം കൊള്ളിച്ചു. സൈനികമായ കരുത്തിനേക്കാൾ ഉപരിയായി സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഇന്ത്യൻ സൈനികരുടെ അചഞ്ചലമായ മനോവീര്യമാണ് ഇത്തരം ഫോർമേഷനുകളിലൂടെ പ്രതിഫലിക്കുന്നത്. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം ഇനി പ്രതിരോധത്തിലൂന്നിയ ഒന്നല്ല, മറിച്ച് പ്രത്യാക്രമണങ്ങളിലൂന്നിയ ഒന്നാണെന്ന വ്യക്തമായ സൂചനയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. മ്യാൻമർ അതിർത്തിയിലായാലും പാകിസ്ഥാൻ അതിർത്തിയിലായാലും ഭീഷണി ഉയരുന്നിടത്ത് ഇന്ത്യ അതിവേഗം പ്രതികരിക്കുന്നു. മുൻപ് ഇത്തരം സൈനിക നീക്കങ്ങൾ രഹസ്യമായി വെക്കാനാണ് താൽപ്പര്യപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നത് അന്താരാഷ്ട്ര വേദികളിൽ ആത്മവിശ്വാസത്തോടെ പറയാൻ ഇന്ത്യ തയ്യാറാകുന്നു. സൈന്യത്തിന് ലഭിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയും ആധുനിക ആയുധങ്ങളുടെ ലഭ്യതയുമാണ് ഇതിന് പിന്നിലെ ചാലകശക്തി. ചുരുക്കത്തിൽ കർത്തവ്യപഥിൽ കണ്ടത് വെറുമൊരു ആഘോഷമല്ലായിരുന്നു, അത് സൈനികമായ അച്ചടക്കത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒത്തുചേരലായിരുന്നു. പാകിസ്ഥാൻ തകർത്തെന്ന് അവകാശപ്പെട്ട വിമാനം അതേ ഗാംഭീര്യത്തോടെ ആകാശത്ത് വട്ടമിടുമ്പോൾ അത് അയൽരാജ്യക്കാരുടെ വ്യാജ പ്രചാരണങ്ങൾക്കുള്ള വലിയൊരു തിരിച്ചടിയാണ്. ഭാരതം ഇന്ന് വെറുമൊരു നിരീക്ഷകനല്ല, മറിച്ച് സ്വന്തം അതിർത്തികൾക്കുള്ളിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും തകർക്കാൻ കെൽപ്പുള്ള കരുത്തനായി മാറിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറും മ്യാൻമാർ സർജിക്കൽ സ്ട്രൈക്കും നൽകുന്ന പാഠം ഇതാണ്: ഇന്ത്യയുടെ സമാധാനം ലംഘിക്കുന്നവർക്ക് മാപ്പില്ല. അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഭാരത സൈന്യം സജ്ജമാണ്. ഈ മാറ്റം ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നതാണ്. സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വിവര സാങ്കേതിക വിദ്യയിലൂടെയും ആധുനിക പ്രതിരോധ സംവിധാനങ്ങളിലൂടെയും ഇന്ത്യ ലോക ശക്തിയായി മാറുകയാണ്.
ഇനിയുള്ള കാലം യുദ്ധഭൂമിയിൽ മാത്രമല്ല, നുണപ്രചരണങ്ങളുടെ ലോകത്തും ഇന്ത്യക്ക് വിജയിക്കാൻ അറിയാമെന്ന് ഈ റിപ്പബ്ലിക് ദിനം തെളിയിച്ചു. ശത്രുക്കളുടെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ സ്വന്തം മണ്ണും ജനതയെയും സംരക്ഷിക്കാൻ ഇന്ത്യയുടെ കാവലാളുകൾ സദാ സജ്ജരായി നിലകൊള്ളുന്നു. ഈ കരുത്ത് വരും തലമുറകൾക്ക് ആത്മവിശ്വാസം പകരുന്ന വലിയൊരു സന്ദേശമാണ്.